തീർച്ചയായും അത് വളരെയധികം ഖേദകരവും അപലപനീയവുമായ ഒരു കാര്യം തന്നെയാണ്. സംസ്ഥാന സർവകലാശാലകൾ, അവ പൊതു സർവകലാശാലകളാണ്. അവയ്ക്ക് വേണ്ടുന്ന എല്ലാവിധ പിന്തുണയും നൽകി വരുന്നത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ കേരള നിയമസഭയിൽ രൂപീകൃതമാകുന്ന ആക്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സർവകലാശാല നിലവിൽ വരുന്നത് തന്നെ. ഡിജിറ്റൽ സർവകലാശാലയുടെ കാര്യത്തിൽ പ്രത്യേകമായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായ ഇനീഷ്യേറ്റീവാണ് അത് ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ളത്. രാജ്യചരിത്രത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല, ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ആ സർവകലാശാലയിൽ ഉൾപ്പെടെ യാതൊരുവിധ അധികാരവുമില്ല എന്നൊക്കെ പറയുന്നത് വളരെ വലിയ മൂഢത്വമാണ് എന്നാണ് പറയാനുള്ളത്. തീർച്ചയായും ഇതുവരെ സംസ്ഥാനത്ത് നിലനിന്നു പോന്നിരുന്ന ഒരു ജനാധിപത്യ മര്യാദകളെയൊക്കെ ലംഘിക്കുന്ന രീതികളാണ് സമീപകാലത്ത് ബഹുമാനപ്പെട്ട ചാൻസലർമാരുടെ ഭാഗത്തുനിന്ന് കണ്ടുവരുന്നത്. അത് വളരെ കഷ്ടമാണ്. നമ്മുടെ സർവകലാശാലകളുടെ അക്കാദമിക് ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം കാലുഷ്യങ്ങൾ സൃഷ്ടിക്കുന്ന നടപടികളിൽ നിന്ന് ഏവരും പിന്തിരിയേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന സുപ്രീം കോടതി വിധി ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ബാലൻസ്ഡായ ഒന്നായിരുന്നു. തർക്കം നിൽക്കുമ്പോൾ അത് ഏറ്റവും കൃത്യമായ രീതിയിൽ പരിഹരിക്കാനുള്ള ഒരു ഫോർമുലയാണ് സുപ്രീം കോടതി മുന്നോട്ട് വച്ചത്. അത് സ്വീകരിച്ചുകൊണ്ട് അതുമായിട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് പകരം വീണ്ടും കോടതിയെ സമീപിച്ച് പ്രശ്നം വഷളാക്കാനുള്ള ഒരു നീക്കം തീർച്ചയായും വളരെയധികം ഖേദകരമാണ്. നമ്മുടെ സർവകലാശാലകളുടെ ഉന്നമനവും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മികച്ച സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെയാണ് ഏവരും ഒരുമിച്ച് ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ സുപ്രീം കോടതി തന്നെ ഒരു വേള പറഞ്ഞത്, അതായത് രണ്ടു കൂട്ടരും, സർക്കാരാകട്ടെ ഗവർണറാകട്ടെ, രണ്ടുപേരും ഈ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കണമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഒരു അനുനയം പോലെ മുന്നോട്ട് വെച്ച നിർദ്ദേശം പോലും തള്ളിക്കളയുന്ന സമീപനമല്ലേ ഗവർണറുടെ ഭാഗത്ത്? അതാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ ആരാണ് ഇക്കാര്യത്തിൽ വാശി പിടിക്കുന്നത് എന്നുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് പരമാവധി അനുരഞ്ജനത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുകയും ഞങ്ങൾ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തതാണ്. വളരെയധികം പരിശ്രമം ഇക്കാര്യത്തിൽ സമവായം സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളതാണ്. അതൊക്കെ തീർത്തും അവഗണിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനെ പാടെ ഒഴിവാക്കുക എന്നുള്ള സമീപനമാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെയധികം ഖേദകരമാണ് എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ നിയമനം നടത്താൻ പറ്റുമോ? മുഖ്യമന്ത്രി എന്നുള്ളതല്ല, സംസ്ഥാന ഗവൺമെൻറ്റിന് ഇതിൽ പങ്കുണ്ടാകേണ്ടതില്ലേ? എല്ലാ കാലത്തും ഇവിടെ ചാൻസലർമാരെ തന്നെ നിയോഗിക്കുന്നത് കേരള നിയമസഭയാണല്ലോ. നിയമസഭയാണ് ആരാണ് ചാൻസലർ ആയിരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഈ ചാൻസലറായി വന്നിരുന്ന പിൽക്കാല മുൻപുണ്ടായിരുന്ന നമ്മുടെ ഗവർണർമാരാരും തന്നെ ഇത്തരത്തിലുള്ള വാശികൾ പ്രകടിപ്പിച്ചിരുന്നില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള പിടിവാശികൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാലുഷ്യങ്ങൾ സൃഷ്ടിക്കുകയാണ്. വളരെ പ്രയാസകരമായൊരു സ്ഥിതിവിശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി വരുന്നു. സർവകലാശാലകൾ വളരെ മികച്ച നിലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. ദേശീയ അന്തർദേശീയ ഗുണനിലവാര പരിശോധനകളിലെല്ലാം വളരെ അന്തസ്സോടെ നമ്മുടെ പൊതു സർവകലാശാലകൾ മുന്നേറുകയാണ്. രാജ്യത്ത് 9, 10, 11 സ്ഥാനങ്ങൾ കേരളത്തിലെ പൊതു സർവകലാശാലകൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു അവസരമാണ്. ടൈംസ് റാങ്കിങ്ങിലും QS റാങ്കിങ്ങിലും ആഗോള റാങ്കിങ്ങിൽ നമ്മുടെ സർവകലാശാലകൾ ഇടം പിടിക്കുന്നു എന്നുള്ള അഭിമാനം നമുക്കുള്ള ഒരു സന്ദർഭമാണ്. NAAC അക്രഡിറ്റേഷനിൽ A++ഉം A+ഉം നേടിയിട്ട് തിളങ്ങി നിൽക്കുകയാണ് നമ്മുടെ സർവകലാശാലകൾ. ആ സന്ദർഭത്തിൽ അവയെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഐക്യപൂർണമായിട്ടുള്ള നടപടികളാണ് നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ടത്. അതിന് പകരം സുപ്രീം കോടതി ഉത്തരവിന്മേൽ വീണ്ടും അപ്പീൽ പോയിരിക്കുന്നു എന്നുള്ളത് വളരെ കഷ്ടമായ കാര്യമാണ് എന്നാണ് പറയാനുള്ളത്. കാരണം സുപ്രീം കോടതി അത്രമേൽ ഈ വിഷയം നന്നായി പഠിച്ച് വളരെ അമിക്കബിളായിട്ടുള്ള ഒരു ഫോർമുലയാണ് മുന്നോട്ട് വെച്ചത്.
എല്ലാവർക്കും പ്രാതിനിധ്യമുള്ള ഒരു സംവിധാനം എന്ന നിലയിലാണ്. നീതിയുക്തമായ ആ തീരുമാനം അംഗീകരിച്ചു പോകുകയായിരുന്നു വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. വിവിധ വിദ്യാർത്ഥികളോടുള്ള യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികളോടുള്ള ഒരു തരം വെല്ലുവിളി വഴിയല്ലേ ഈ ഗവർണറുടെ സമീപനം? അത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ആർക്കും ഇന്നത്തെ സ്ഥിതിവിശേഷം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായും പക്ഷപാതമില്ലാതെയും പരിശോധിക്കുന്ന ഏവർക്കും മനസ്സിലാകും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്.